ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ഉണ്ടായിക്കോട്ടെ, അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഡബ്ല്യു കോയിൻ്റെ റിസീവ് ആയി എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ പറയാം. അതോടൊപ്പം നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഡബ്ല്യു കോയിൻ്റെ പ്രൈസ് പ്രെഡിക്ഷനാണ്. എല്ലാവർക്കും ടോക്കൺ റിസീവ് ആയിട്ടുണ്ട്, എല്ലാവർക്കും അല്ല. അപ്പോൾ ടോൺ പേ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്തായിട്ടുണ്ട്, അവൻ്റെ ടോൺ വാലറ്റിൽ ടോക്കൺ റിസീവ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പ്രൈസ് പ്രെഡിക്ഷൻ നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ടോക്കണോമിക്സ് നോക്കാം. അതേപോലെ തന്നെ ഇതിന് എത്രത്തോളം സപ്ലൈ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ ടോട്ടൽ സപ്ലൈ അവർ പറഞ്ഞിട്ടുള്ളത് 100 ബില്യൺ ടോക്കൺ ആണ് ഇവർ ടോട്ടൽ സപ്ലൈ പറഞ്ഞിട്ടുള്ളത്. അതിൽ 60% എയർ ഡ്രോപ്പ് അലോക്കേഷനും 10% സ്റ്റേക്കിങ്ങും അതേപോലെ തന്നെ 9% എക്കോസിസ്റ്റം ഫണ്ടും അതേപോലെ തന്നെ 9% KOLs ആൻഡ് കമ്മ്യൂണിറ്റിക്കും 8% CX പൂൾ ആൻഡ് സംതിങ്ങിനും അതേപോലെ തന്നെ 4% മാർക്കറ്റിങ്ങിനുമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ ഏതൊരു എക്സ്ചേഞ്ചിലും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓൺ ചെയിൻ ആയിട്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ടോണിലാണ് അവർ ടോൺ നെറ്റ്വർക്കിലാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കണോമിക്സ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടോക്കൺ സപ്ലൈ ആണ് ഈ ഒരു ഡബ്ല്യു കോയിൻ ലിസ്റ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കിവിടെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് 42 ബില്യൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റഡ് സർക്കുലേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് 42 ബില്യൺ ആണ്. അപ്പോൾ ഹൗ ടോക്കൺ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ്, എങ്ങനെയാണ് ഒരു ടോക്കൺ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക? മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ സർക്കുലേറ്റിംഗ് സപ്ലൈ. അപ്പോൾ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ആണ് ഉള്ളത് അതേ ഡിവൈഡഡ് ബൈ നമുക്ക് എത്രത്തോളമാണ് സർക്കുലേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ആയ സമയത്ത് പുറത്ത് വിടുന്നത്, ആ ഒരു ടോക്കൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡബ്ല്യു കോയിൻ്റെ കണക്കിൽ എനിക്ക് മാക്സിമം 10 മില്യണോ അതേപോലെ തന്നെ 100 മില്യണോ ഇല്ലെങ്കിൽ 1 ബില്യണോ എടുക്കാൻ ഒരു ചാൻസും ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഡബ്ല്യു കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സ്കാം ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് തരാം, ഒരു കാര്യം പറയാം. ഇഫ് മാർക്കറ്റ് ക്യാപ്പ് ഈസ് അറൗണ്ട് 10 മില്യൺ ഡോളേഴ്സ് ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ വാല്യൂ വരുന്നത് 0.002 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ടോക്കൺ ഉണ്ടോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഞാൻ നേരെ എടുക്കുന്നുണ്ട്, കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ എൻ്റെ ഗ്രൂപ്പിലുള്ള അലോക്കേഷൻ എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു 2,45,000 ടോക്കൺ ഉണ്ടെങ്കിൽ അതൊരു വാല്യൂ വരുന്നത് 0.30 ആണെങ്കിൽ നമുക്ക് $49 കിട്ടുക. അത് 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വേറെ ഒരു എക്സ്ചേഞ്ചിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ലിസ്റ്റ് ആവാത്ത കാരണം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ബിലോ 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പോൾ ഈ ഒരു 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരുമെന്ന് പോലും എനിക്ക് എന്താണ് ഡൗട്ടാണ്. നിങ്ങൾക്കൊരു 1 ലക്ഷമോ ഇല്ലെങ്കിൽ 5 ലക്ഷം ഡോളേഴ്സൊക്കെ വന്നാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാനിവിടെ ഒരു 1 ലക്ഷം ഡോളേഴ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ 0.50 കഴിഞ്ഞിട്ടായിരിക്കും $2 വരും. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ കുറവായിരിക്കും. അപ്പം ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിങ്ങൾക്ക് കൂടുതലെന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ തന്നെ എന്തായാലും വരും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത് 42 മില്യൺ സപ്ലൈ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് എൻ്റെ രീതിയിൽ ഞാൻ കണക്കൂട്ടി ഇവിടെ എടുക്കുന്നത് പറഞ്ഞാൽ ഒരു മാക്സിമം ആണ് എടുക്കുന്നത് 8 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ്, 8 ലക്ഷം ഡോളേഴ്സാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതൊരു മാർക്കറ്റ് ക്യാപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 0 കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് 1905 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2,45,000 ടോക്കൺസ് ഉണ്ടെങ്കിൽ 4 കഴിഞ്ഞ് 19 എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡോളർ കിട്ടും, $4.655 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺ റിസീവ് ആയി എന്നുള്ളൊരു കാര്യം പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും ഈ ഒരു വാല്യൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമൊക്കെ ആവാനാണെങ്കിൽ ഒരു ബിലോ 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എങ്കിലും വരില്ലേ ബ്രോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 0.001190 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂയിൽ കിട്ടും. അങ്ങനെ ഒരു വാല്യൂ ഒക്കെ കിട്ടിയിട്ട് ഈ ഒരു 2,45,000 പോയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു $24 ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് ചൂസ് ചെയ്യുക, എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് വരുന്നു ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് പറ. എൻ്റെ രീതിയിലുള്ളൊരു പ്രൈസ് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ എന്ത് രാത്രി എടുക്കുന്ന കാരണം വായക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണോ ഉള്ളത് എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ പറയാം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ
തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ അവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇപ്പോൾ ടെലിഗ്രാം പ്രൊജക്റ്റ് ഒന്നും ഇടുന്നേ ഇല്ല. നമുക്ക് ടെസ്റ്റ് നെറ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഗാലക്സി ടാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീലിയ സോഷ്യൽ അങ്ങനെയുള്ള DP അങ്ങനെയുള്ള ഒരുപാട് ഇടുന്നുണ്ട്. നമ്മൾ ഒരു 100 എണ്ണം ചെയ്യുമ്പോൾ അതിൽ ഒരു 95 എണ്ണവും നമുക്ക് സ്കാം ആവുന്നുണ്ട്. ബാക്കിയുള്ള ഒരു 5 എണ്ണം നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും ഈ ഒരു ക്രിപ്റ്റോൻ്റെ കാര്യം വരുമ്പോൾ ഓരോരോ ടൈം ഓഫ് പീരീഡിൽ നമുക്ക് എന്താണ് ഓരോരോ ട്രെൻഡാണ്. ഇടയ്ക്ക് ടെലിഗ്രാം ആയിരുന്നു, ടെലിഗ്രാമിലായപ്പോൾ ഇത്രത്തോളം യൂസേഴ്സ് വരാൻ പറ്റി. അതിനു മുമ്പ് ക്യാപ്ച റിസോൾവിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കൈറ്റോ ആപ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ട്രെൻഡിലാണ് വരിക. അപ്പോൾ അടുത്ത ട്രെൻഡ് എന്താണോ വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ ഏർലി ആയ കാരണം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ കിട്ടട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇനിയും മാജിക് നോട്ടിനെക്കാളും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.